ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ്. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന് നമ്മിലുള്ള പുതുക്കത്തിൻ്റെ കാത്തിരിപ്പിനായുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന നാം ഓരോരുത്തരും നമ്മിൽ ദൈവിക ആൾ എന്ന നിലയിൽ, ഗോഡ്സ് റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ വസിക്കുന്ന ആത്മാവാം ദൈവം, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആ ഒരു ഉത്തമ ബോധ്യം നമുക്ക് വേണം എന്നുള്ളതാണ് പ്രധാനം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദാനങ്ങളും നല്ല ഫലങ്ങളും വരങ്ങളും നൽകി അനുഗ്രഹിക്കുന്നവൻ കൂടെയുണ്ട് എന്നുള്ള നല്ല തിരിച്ചറിവ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ നാം കാണുന്ന വിശുദ്ധ ആത്മാവിൻ്റെ 7 ദാനങ്ങൾ. ഈ ദാനങ്ങൾ നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ നല്ല പ്രയത്നം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മിൽ കരുണ തോന്നി നമുക്ക് ദാനമായി തരുവാൻ കഴിയുന്ന അവൻ്റെ കൃപകൾ, പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് തരുന്ന ഡൊണേഷൻ. ആത്മാവാം ദൈവത്തിൻ്റെ വിഭവങ്ങൾ നമ്മോടൊത്ത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. നമുക്കെല്ലാവർക്കും ധാരാളം വേണ്ട 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ട: ബുദ്ധിയും നമുക്ക് വേണ്ട ഇച്ഛാശക്തിയും. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും വേണ്ട ചിന്തിക്കാൻ, വിശകലനം ചെയ്യാൻ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ നല്ല അവസ്ഥ. സമയാസമയം ബുദ്ധിപൂർവമായ നല്ല തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ വിജയിക്കണം എന്നത് നാം എല്ലാവരുടെയും നല്ല ആഗ്രഹവും നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യവുമാണ്. പ്രശംസനീയമായ ബുദ്ധിക്കുടമയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും യോഗ്യതയുണ്ടോ? നമുക്കതിന് സാധിക്കുമോ? എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്? ഞാൻ തരുന്ന ദാനങ്ങളിൽ 3 ദാനങ്ങൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതിലൊന്നാമത്തേതാണ് നമ്മുടെ കുഞ്ഞു ബുദ്ധിയിലുള്ള പ്രവൃത്തികളെ പ്രകാശിപ്പിച്ച് പൂർണ്ണതയിലെത്തിക്കുവാൻ കഴിയുന്ന ദൈവജ്ഞാനം, വിസ്ഡം. ദൈവം കാണുന്ന പോലെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണാൻ സഹായിക്കുന്ന വലിയ ദാനം. ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് നേടുവാൻ സാധിക്കുന്ന ആത്മജ്ഞാനം. നമ്മുടെ ഭയങ്ങളെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ആത്മജ്ഞാനം. ഹിന്ദു ദർശനങ്ങളിലും നമുക്ക് കാണാം ബ്രഹ്മജ്ഞാനം, പരമത്വത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനം എന്നത്. ഭഗവത്ഗീതയിൽ നാം വായിക്കുന്നുണ്ട്, ജ്ഞാനത്തെക്കാൾ വിശുദ്ധമായ മറ്റൊന്നില്ല എന്ന്. അതെ, വളരെ പവിത്രമായ വിശുദ്ധമായ പരിശുദ്ധാത്മാവിന് നമുക്ക് തരുവാൻ കഴിയുന്ന ജ്ഞാനം എന്ന ദാനം, വിസ്ഡം എന്ന ദാനം. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ജ്ഞാനത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അവന് തരുവാൻ കഴിയുന്ന മറ്റൊരു വലിയ ദാനമാണ് വിവേകം. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള കഴിവ്. പ്രയാസങ്ങളിലും മനനിശ്ചയത്തോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന് നമുക്ക് തരുവാൻ സാധിക്കുന്ന ദാനം വിവേകം. ഈ 2 ദാനങ്ങളുടെ കൂടെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും കൂടെ, പരിശുദ്ധാത്മാവാം ദൈവത്തിന് നമുക്ക് തരുവാൻ കഴിയുന്ന 3-ാമത്തെ ദാനമാണ് നോളജ്, അറിവ്. നമ്മുടെ അനുദിന ലൗകിക കാര്യങ്ങളിലും നമ്മുടെ ശാസ്ത്രീയ വിഷയങ്ങളിലും ആർജിക്കുന്ന, നമ്മൾ നേടിയെടുക്കുന്ന നല്ല അറിവിനേക്കാൾ ഉപരിയായി ദൈവവുമായുള്ള ബന്ധത്തിൽ, ദൈവവുമായുള്ള സഹവാസത്തിൽ ലോകത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുവാനും നമ്മെക്കുറിച്ചുള്ള ദൈവപദ്ധതി ഗ്രഹിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവിക പരിജ്ഞാനം, അറിവ്. അതെ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ദാനങ്ങളാൽ നിറയുവാൻ ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.